ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് മീം5 എയർ ഡ്രോപ്പ് എങ്ങനെ വിഡ്രോ ചെയ്യാം, എങ്ങനെ USDT ആക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മളുടെ എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഒരു അലോക്കേഷൻ വന്ന അന്ന് തന്നെ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അപ്പം നിലവിൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പാനിക് ആയിട്ടുണ്ട്, ഇനി വിഡ്രോ അടിക്കാൻ പറ്റില്ലേ, കുറേ ഫീസ് പോകുമോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് തന്നെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എങ്കിലായിരിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൃത്യസമയത്ത് എത്തിക്കാനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസ് കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് മസ്റ്റായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അത് മസ്റ്റാണ്, കാരണം എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മീം5 എൻ്റെ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ 26,472 എനിക്ക് നിങ്ങളോടൊന്നും ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല. ഞാൻ എല്ലാ അലോക്കേഷനും കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരാറുണ്ട്. നിങ്ങൾ കാരണം എനിക്ക് റെഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്ര അലോക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ഞാൻ പ്രീമിയം എടുത്തിട്ടില്ല, സ്റ്റാർസ് പർച്ചേസ് ചെയ്തിട്ടില്ല, ഒരു രൂപ പോലും ഞാൻ ഇതിലേക്ക് മുടക്കിയിട്ടില്ല. അത് ഞാൻ ഇപ്പോഴും എടുത്ത് പറയുകയാണ്. ഒരു ട്രാൻസാക്ഷൻ പോലും ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്യരുത് എന്ന കാര്യം വ്യക്തമായിട്ട് ടെലഗ്രാമിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, പല ദിവസങ്ങളായിട്ട് പല പ്രാവശ്യം എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. മീം5 നിങ്ങൾ പ്രീമിയം എടുക്കരുത്, ട്രാൻസാക്ഷൻ ചെയ്യരുത്, ലംബോർഗിനി എന്നൊക്കെ പറയുന്ന കണ്ണുപൊടിയുള്ള കാര്യങ്ങളാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആരും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു, ക്യാഷ് ഒന്നും കളഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നോർമലി നമ്മുടെ ഒരു ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും ഗ്യാസ് ഫീ അങ്ങനെ ഇതേപോലെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഒന്നും വരാറില്ല. നിങ്ങൾ ഏതൊരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എമൗണ്ട് വലുതാവും തോറും നമുക്ക് ഗ്യാസ് ഫീയും വലുതായി വരാറില്ല. ഇത് ഇവരുടെ മാത്രം സിസ്റ്റം ആണെന്ന് നമ്മൾ പറയുന്നില്ല. മീം5ൻ്റെ ടീമിനെ പറ്റിയും അതുപോലെ തന്നെ ഫൗണ്ടറിനെ പറ്റിയൊക്കെ ഓൾറെഡി ടെലഗ്രാമിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും പറഞ്ഞത് ബോറടിപ്പിക്കുന്നില്ല, വേണ്ടവർക്ക് ടെലഗ്രാമിൽ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഫീ ആയിട്ട് വരുന്ന 1100 അത് കൊണ്ടുപോട്ടെ, എന്തായാലും ഈ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് മാറാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ദിവസം ഇവിടെ നമുക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഇന്ന് Web3 വാലറ്റ് മാത്രമേ ഉള്ളൂ. അത് ഓപ്പൺ ആവണമെങ്കിൽ 2 ദിവസം കഴിയും. ഓക്കെ, നമുക്ക് ഇതിനു മുൻപ് ഇത്രയും ദിവസം വരെ OKX എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൾക്കാർ OKXൻ്റെ ആപ്പ് തരുമോ ബ്രോ, എനിക്ക് ആപ്പ് കയ്യിൽ കിട്ടുന്നില്ല, ഇന്ത്യയിൽ ബാൻഡ് അല്ല, അതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നില്ല, ആപ്പ് ടെലഗ്രാമിൽ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, OKXൽ ആപ്പോ അക്കൗണ്ടോ ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ബൈബിറ്റൊക്കെ ഇത്രയും കാലം KYC ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ബൈബിറ്റിലും OKXലും എല്ലാം പുതിയ അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്രിയേറ്റ് ചെയ്താലും KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്ചേഞ്ചസ് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റൂ. അത് ഇന്ത്യയിലെ റൂളാണ്, ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് OKX എക്സ്ചേഞ്ചിലേക്ക് എടുക്കാൻ പറ്റും, പക്ഷേ എടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റില്ല, സെല്ല് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ OKXൻ്റെ എക്സ്ചേഞ്ച് ഉണ്ട്. ഓക്കെ, ഇത് വാലറ്റാണ്, OKX വാലറ്റാണ്. നിങ്ങൾക്ക് വാലറ്റ് ഒരു രീതിയിലുള്ള ബാനും ഇല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ക്രിപ്റ്റോ വാലറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം തന്നെ എക്സ്ചേഞ്ച് ഇവിടെ കാണാൻ പറ്റും. എക്സ്ചേഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിലേക്ക് പോകും. കണ്ടോ, OKX എക്സ്ചേഞ്ചിലെത്തി. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ വെരിഫൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ല. ഇത് ഞാൻ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്, എനിക്ക് ഓൾറെഡി വെരിഫൈഡ് അക്കൗണ്ട് ഉണ്ട് OKXൽ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വിഡ്രോ അടിക്കാം, സെല്ല് ചെയ്യാം, ക്യാഷ് എടുക്കാം. പക്ഷേ പുതിയ യൂസേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ അക്കൗണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, മെയിൽ ID ഒക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യാം, അതിനുശേഷം വെരിഫൈ നൗ വരും. അപ്പോൾ വെരിഫൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ വെരിഫൈ ചെയ്യുന്ന പോലെ ഫോട്ടോ കാണിക്കാനും ഐഡന്റിറ്റി വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, വെരിഫൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കും, റീജിയൻ ചോദിക്കും. റീജിയനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി അല്ല, കണ്ടോ ഇന്ത്യ കണ്ടോ അൺഅവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു റീജിയനിൽ നിന്ന് KYC വെരിഫിക്കേഷൻ നിലവിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇല്ലാത്തവർ എന്ത് ചെയ്യണം, അതാണല്ലോ ഇവിടുത്തെ ഡൗട്ട്. അതാണ് മെജോറിറ്റി ആൾക്കാർക്കും എക്സ്ചേഞ്ച് ഇല്ല. അപ്പോൾ ഈ എക്സ്ചേഞ്ചിലേക്ക് നിങ്ങൾ എടുത്തുകൊണ്ട് ഒരർത്ഥമില്ല, നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് അഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല KYC ചെയ്യാതെ. നമുക്ക് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ചെയ്യാനും പറ്റില്ല. പിന്നെ നമുക്ക് ആകെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ Web3 വാലറ്റിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അത് ഏതാണ് Web3 വാലറ്റ്, അതും സെയിം സംഭവം തന്നെ. ഇതാണ് നമ്മുടെ വാലറ്റ്. ഇവിടത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു Web3 വാലറ്റിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് കൊടുക്കാം. റിസീവ് കൊടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് സെർച്ച് ക്രിപ്റ്റോ ഉണ്ട്. ഈ സെർച്ച് ക്രിപ്റ്റോ പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മീം5ൻ്റെ കോയിൻ്റെ പേര് മീം5. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീം5ൻ്റെ കോയിൻ ഇവിടെ കാണാൻ പറ്റും. നിലവിൽ വരാത്തത്, ആ കോയിൻ ഇവിടെ ആഡ് ആയിട്ടില്ല. ഓക്കെ, 2 ദിവസം ഉണ്ട് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആവാൻ. എനേബിൾ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ ഇവിടെ വിഡ്രോ ചെയ്ത് എന്താണ് പ്രശ്നം, ഇപ്പോൾ ഞാൻ ഇന്നലെ പർച്ചേസ് ചെയ്ത കോയിനാണ് ORA എന്ന് പറയുന്ന കോയിൻ. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വാപ്പ് ചെയ്യാം. ഇതുപോലെ സ്വാപ്പിൻ്റെ ഓപ്ഷൻ വരും മീം5ക്കും. ഇവിടെ നമുക്ക് സ്വാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കോയിൻ ആക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് മീം5 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏത് കോയിനാണ് നിങ്ങൾക്ക് വേണ്ടത്, കിട്ടേണ്ടത്, നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് USDT ആയിരിക്കും. അപ്പോൾ USDT കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് സ്വാപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ മീം5 കോയിൻ സ്വാപ്പ് ചെയ്തുകൊണ്ട് USDT ആക്കാം. ഓക്കെ, അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ ആവും. ഞാനത് ചെയ്യുന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മീം5 USDT ആക്കാം. പക്ഷേ
ഇവിടെ ഗ്യാസ് ഫീ വേണ്ടതായിട്ടുണ്ട്. എന്താണ് ഗ്യാസ് ഫീ? സുയി ആണ്. സുയി ബ്ലോക്ക് ചെയിനിലാണ് ഈ ഒരു കോയിൻ ലിസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാലറ്റിൽ സുയി കോയിൻ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാപ്പ് ആവില്ല. എൻ്റെ നോക്കിക്കഴിഞ്ഞപ്പോൾ സുയി കുറച്ചുണ്ട്. അപ്പോൾ ഈ സുയി ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വാപ്പ് ആവുക. ഗ്യാസ് ഫീ ഉണ്ട്. അത് എത്ര ഗ്യാസ് ഫീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ ഗ്യാസ് ഫീ ഒന്നും എന്തായാലും വരില്ല. ചെറിയ ഗ്യാസ് ഫീ ആയിരിക്കും. കാരണം സുയി ബ്ലോക്ക് ചെയിൻ ആണ്. ഒരു 0.01 സുയി ഒക്കെ ആയിരിക്കും മാക്സിമം വരാൻ സാധ്യത. ഓക്കെ, വളരെ കുറഞ്ഞ വില മാത്രമേ സുയി കോയിൻ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ വളരെ അധികമാണ്. കാരണം ഒന്ന്, ഗ്യാസ് ഫീ ഉണ്ട്. നമ്മൾ എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ അടിക്കുകയാണെങ്കിൽ 0 ഗ്യാസ് ഫീ ആണ്. അതുപോലെ തന്നെ നമ്മൾ മീം ഫൈന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് മീം ഫൈൻ്റെ ഇവിടെ നിന്ന് തന്നെ കുറച്ച് കട്ടാവുന്നുണ്ട്. കണ്ടോ, 1100 മീം ഫൈ എൻ്റെ കയ്യിൽ നിന്ന് ഓൾറെഡി ഗ്യാസ് ഫീ ആയിട്ട് പോകുന്നുണ്ട്. അത് എങ്ങോട്ടേക്ക് എടുത്താലും പോകും. പിന്നെ നമ്മൾ വാലറ്റിലേക്കും കൂടി എടുക്കുകയാണെങ്കിൽ വാലറ്റിൽ നിന്ന് സ്വാപ്പ് ചെയ്യാനുള്ള ഗ്യാസ് ഫീ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വഴി അങ്ങനെ ഉണ്ട്. അപ്പോൾ സുയി ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എങ്ങനെയാണ് അതും അറിയാലോ. സിമ്പിളാണ്. നിങ്ങൾ എക്സ്ചേഞ്ച് പോവുക, വിഡ്രോ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. അതിനെന്ത് ചെയ്യുക, ഇവിടെ റിസീവ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സുയി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സുയി കോയിൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഇട്ടത് കോപ്പി ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സുയി കോയിൻ ഇങ്ങോട്ട് എത്തും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോയിൻ ഗ്യാസ് ഫീ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് വാലറ്റ് കൊണ്ട് എടുക്കേണ്ടത്. ഇനി ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ OKX അല്ലാതെ ബാക്കിയുള്ള എക്സ്ചേഞ്ചുകളെല്ലാം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആകെ അത് നോക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 2 ദിവസമാണ്. ഈ 2 ദിവസത്തിനുള്ളിൽ ആ ഒരു സംഭവം വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു Web3 വാലറ്റ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് Gate.io, ബൈബിറ്റ് ഒന്നും വരാത്തത്? ബിനാൻസ് ലിസ്റ്റിംഗ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ലിസ്റ്റ് ആവുകയാണെങ്കിൽ നല്ല കാര്യം. ഫ്യൂച്ചറിൽ ഈ കോയിൻ നല്ല രീതിക്ക് പെർഫോം ചെയ്യും ബിനാൻസിൽ ലിസ്റ്റ് ആവുകയാണെങ്കിൽ. കാരണം അത്രയും വലിയൊരു മാർക്കറ്റിലേക്ക് ആ കോയിൻ എത്തുകയാണ്, അത്രയും യൂസേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അത്രയും കൂടുതൽ ആ കോയിനിലേക്ക് ഫണ്ട് വരാനുള്ള സാധ്യത കൂടിയാണ്. അല്ല, ഉറപ്പല്ല ഞാൻ പറയുന്നത്, സാധ്യത കൂടിയാണ്. എന്തുകൊണ്ടാണ് എക്സ്ചേഞ്ചുകൾ വേറെ ഒന്നും വരാത്തത്? ഒന്നെങ്കിൽ ഇവരെല്ലാം എക്സ്ചേഞ്ചുമായിട്ട് ഡീല് സെറ്റാക്കുമായിരിക്കും, ഉടനെ തന്നെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ OKXുമായിട്ടുള്ള എക്സ്ക്ലൂസീവ് പാർട്ണർഷിപ്പ് ആയിരിക്കും ഇവർ നടത്തിയിട്ടുണ്ടാവും. ഒരു ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, OKXിലേക്ക് എല്ലാവരെയും ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ബിനാൻസ് അക്കൗണ്ട് മാത്രമുള്ളവരും, ബൈബിറ്റ് അക്കൗണ്ട് മാത്രമുള്ളവരും, ബിങ്എക്സ് അക്കൗണ്ട് മാത്രമുള്ളവരും ഒക്കെ മീം ഫൈ ഫാം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഈ OKX എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലേക്കേ എടുക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, OKX എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലേക്ക് എടുത്തേ പറ്റുമോ, അല്ലെങ്കിൽ KYC വെരിഫൈ ചെയ്തേ പറ്റുമോ, അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ബാൻഡാണ്. നമ്മളോട് അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് അത് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, വിഡ്രോ ചെയ്യാൻ പറ്റില്ല, ബാൻഡാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ 2 ദിവസം വെയിറ്റ് ചെയ്യുക. 2 ദിവസം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ബൈബിറ്റൊക്കെ വരും, അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ കാണിച്ച പോലെ OKXിൻ്റെ ഈ ഒരു വാലറ്റിലേക്ക് എടുക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചെന്ന പോലെ, ഞാൻ നേരത്തെ ഈ ഒരു ORS സ്വാപ്പ് ചെയ്ത് കാണിച്ചെന്നല്ലോ, അതുപോലെ സ്വാപ്പ് ചെയ്തുകൊണ്ട് USDT ആക്കുക. ഓക്കെ, പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി ചെയ്യണം. എനിക്ക് ലൈവായിട്ട് എന്തായാലും അത് പറഞ്ഞുതരാൻ പറ്റില്ല. അല്ലെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് വെക്കുക. ഞാൻ എന്താണ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇനി വെയിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എക്സ്ചേഞ്ചുകൾ വന്നാൽ എന്ത് ചെയ്യണം അത് പറഞ്ഞുതരാം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഇപ്പോൾ ഞാൻ ബൈബിറ്റാണ് കാണിക്കുന്നത്. നിങ്ങൾ ഏത് എക്സ്ചേഞ്ച് ആണോ എക്സ്ചേഞ്ചിലേക്ക് പോവുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഡെപ്പോസിറ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ ഉണ്ട്, ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യുക, മീം ഫൈ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മീം ഫൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മീം ഫൈൻ്റെ കോയിൻ ഇവിടെ വരും. ഓക്കെ, ഇപ്പോൾ ഞാൻ വേറെ എക്സാമ്പിളിന് മീം എന്ന് പറയുന്നൊരു കോയിൻ കാണിച്ചു തരാം. ഇതല്ല സെലക്ട് ചെയ്യേണ്ട, മീം ഫൈ എന്ന് തന്നെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇവരുടെ കോയിൻ്റെ പേര് നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ മീം ഫൈ എന്നാണ് പേര്. അപ്പോൾ ഈ പേര് തന്നെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പേര് കൊടുക്കുക. ഞാനിപ്പോൾ എക്സാമ്പിൾ ഞാൻ ഈ ഒരു മീം എന്ന് പറയുന്ന ടോക്കൺ കാണിക്കുകയാണ്. അതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ERC20 വരെ സുയി ആണ് കാണിക്കുക. സുയി ബ്ലോക്ക് ചെയിൻ ആണ്. സുയി ബ്ലോക്ക് ചെയിൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓക്കെ വരും. അതിനുശേഷം ഇവിടെ ഡെപ്പോസിറ്റ് അഡ്രസ്സും നെറ്റ്വർക്കും കാണാൻ പറ്റും. ഈ നെറ്റ്വർക്ക് സുയി ആണെന്ന് ഉറപ്പുവരുത്തുക. ഈ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് വിഡ്രോവൽ ഓപ്ഷൻ വരുമ്പോൾ ഏതെങ്കിലും എക്സ്ചേഞ്ച് വരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ആ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുക്കുക. ഇനി UID വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്ക് പോവുക. എന്നിട്ട് പ്രൊഫൈലിലേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈലിലേക്ക് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ UID കിട്ടും. ആ UID കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ അടിച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റിങ്ങിന് തൊട്ട് മുൻപായിട്ട് വരും. ഓക്കെ, വിഡ്രോ അടിച്ച് അപ്പോൾ തന്നെ വരില്ല, പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇനി എക്സ്ചേഞ്ചുകൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, OKXിൻ്റെ വാലറ്റിലേക്ക് എടുക്കുക. എന്നിട്ട് സ്വാപ്പ് ചെയ്യുക. ഞാൻ കാണിച്ച പോലെ റിസീവ് കൊടുക്കുക, മീം ഫൈ എന്നോട് സെർച്ച് ചെയ്ത് കൊടുക്കുക, ആ കോയിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കുക, എന്നിട്ട് അവിടെ കൊടുക്കുക. ഓക്കെ, മീം ഫൈൻ്റെ ബോട്ട് കൊടുക്കുക. അതിനുശേഷം ഇങ്ങോട്ടേക്ക് കോയിൻ വരും. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതുപോലെ ആ കോയിൻ ഇവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, സ്വാപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ കോയിൻ എന്തായാലും മീം ഫൈ എന്തായാലും ബാക്കിയുള്ള എക്സ്ചേഞ്ചുകൾ Gate.io ബൈബിറ്റിലൊക്കെ ലിസ്റ്റ് ആവും. ലിസ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാലറ്റിൽ നിന്ന് സ്വാപ്പ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് സെൻഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മീം ഫൈ കോയിൻ കാണാൻ പറ്റും. കോയിൻ വന്നു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങോട്ട് സെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് വീണ്ടും ബൈബിറ്റിലേക്കാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ബൈബിറ്റ് എടുക്കുക, ഡെപ്പോസിറ്റ് കൊടുക്കുക, ഡെപ്പോസിറ്റ് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീം ഫൈ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കിട്ടും. ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അത് ഈസി ആയിട്ട് ബൈബിറ്റിലേക്ക് എത്തും. പിന്നെ നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡറോ അല്ലെങ്കിൽ എന്ത് സെൽ ഓർഡറോ ഒക്കെ ഇട്ട് വെച്ച് സെല് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന്. പക്ഷേ ഇതിനും ഇവിടെ ഗ്യാസ് ഫീ ഉണ്ടാവും. ആ ഒരു കാര്യം മറക്കണ്ട. സുയി ആയിരിക്കും ഗ്യാസ് ഫീ ആയിട്ട് പോവുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് സെൻഡ് ചെയ്യുകയാണെങ്കിലും സുയി ആയിരിക്കും ഗ്യാസ് ഫീ. നിലവിൽ സുയി ബ്ലോക്ക് ചെയിനിലാണ്. ഓക്കെ, ഇവരുടെ കാര്യം കൊണ്ട് പറയാൻ പറ്റില്ല. ഇവർ ഫീ ആയിട്ട് ഇവർ ക്ലെയിം ഫീ എന്നാണ് പറയുന്നത്, ഗ്യാസ് ഫീ അല്ല. ഗ്യാസ് ഫീ ആയിട്ട് സുയി തന്നെ ആയിരിക്കും വരിക. ഇനി ഇൻ
കേസ് മീംഫൈ തന്നെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലെ സൂയി ബ്ലോക്ക് ചെയിനിലാണെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലെ സ്വാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനോ ഒന്നും ഗ്യാസ് ഫീ ആയിട്ട് സൂയി ആയിരിക്കില്ല വരും. മീംഫൈൻ്റെ കോയിൻ തന്നെ ആയിരിക്കും വരിക. അവിടെയും ചെറിയ എമൗണ്ട് കട്ടായി പോകും. സൂയി തന്നെ വരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. നിങ്ങൾ സൂയി കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ വാലറ്റിലേക്ക്. നിങ്ങൾക്ക് OKXൻ്റെ ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ഈ ഒരു വീഡിയോൻ്റെ ഒപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനലിൽ ലിങ്ക് താഴെ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെക്കുക. പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുക്കുക, വാലറ്റ് ക്രിയേറ്റ് ആവും. സീഡ് പ്രൈസ് കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു വാലറ്റ് ഓപ്പൺ ആയി വരും. ഇവിടെ റിസീവ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. KYC കാര്യങ്ങളൊന്നുമില്ല വാലറ്റിന്. ഓക്കെ, എക്സ്ചേഞ്ചിന് KYC കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇന്ത്യയിൽ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതാണ് നമുക്ക് നിലവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മീംഫൈയിൽ ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ടെലഗ്രാമിൽ കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. കൃത്യമായിട്ട് അത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം താഴെ കമൻസിൽ എഴുതി അറിയിക്കുക. എന്നാലാണ് ഇനിയും ഇതുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുക. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സിനും വേണ്ടി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇനിയും ഇതുള്ള വീഡിയോസ് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കൺസിഡർ ചെയ്യാൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.